നാസർ കാപ്പാട് എഴുതിയ നോവൽ കടലകം. പ്രശസ്ത ഭാഗങ്ങൾ. കടലിൽ ഇളക്കിയിട്ട വലയിൽ നല്ലപോലെ അയിലപെട്ട സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ നാലുപേരും. അതപ്പാടെ കെടുത്തിക്കളയാൻ എന്ന പോലെ കുതിച്ചെത്തിയ ഒരു കാറ്റും കോളും, അതിന് തുണയായി വന്നതോ കണ്ണിമുറിയാത്ത കോലത്തിലുള്ള മഴത്തുള്ളികളും, ഇവ രണ്ടിനെയും കവിച്ചു വെക്കും മട്ടിൽ നാക്കെടുത്ത് പൊന്തിയ ഊക്കൻ ഓരക്കെട്ടുകളും, ഇവ മൂന്നും കൂടി ഒരുമിച്ച് വന്ന് കടലിനെ ഒന്നാകെ ഇളക്കി മറിക്കുകയായിരുന്നു. എന്നിട്ട് കൂടി അതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് എന്തോ ഒരു കുതിരത്തുകൊണ്ട് ഞങ്ങൾ നാലുപേരും രക്ഷപ്പെട്ടു. ആശ്ചര്യപ്പെടുവാൻ ഇതിൽ പരം മറ്റെന്തു വേണം? മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഓരോരോ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കുക, എന്നിട്ട് മതിയെന്ന് തോന്നുമ്പോൾ അത്യത്ഭുതകരമായി രക്ഷപ്പെടുത്തുക. കേൾക്കുമ്പോൾ വലിയൊരു തമാശയാകും തോന്നുക. എന്നാലും ഒരു നിമിഷ നേരം കൊണ്ട് കടലിൻ്റെ ആഴപ്പരപ്പിൽ കിടന്ന് ഒഴുകിപ്പോകേണ്ടിയിരുന്ന ഞങ്ങളുടെ 4 പേരുടെയും ജീവൻ ഭാഗ്യത്തിന് തിരിച്ചു കിട്ടി. പക്ഷേ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമായിരുന്നു. പറയുകയാണെങ്കിൽ ബാല്യം വിട്ടുമാറിയിട്ടില്ലാത്ത എന്നിലെ ചിന്താശേഷിയെയും മനോധൈര്യത്തെയും താരതമ്യേന പരീക്ഷിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. എന്നാൽ അന്നേ ദിവസം ആയക്കടലിൽ വെച്ച് നേരിട്ടതൊന്നുമല്ല. അതിനേക്കാളും വലിയ കുരുക്കുകളും ഒരുക്കി കാലം ഒരു മുഖ്യ ശത്രുവിനെ പോലെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കടലപകടവും കഴിഞ്ഞ് 4ാം നാൾ നടത്തിയിട്ടുള്ള ഒരു വിദേശയാത്ര നേരെ അതിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്ന് ഞാനിട്ട് അറിഞ്ഞതുമില്ല. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. നേരത്തിനും ഒക്തിനും എത്തിപ്പെടേണ്ടടുത്ത് വളരെ വൈകിയാകും മനസ്സ് ചെന്നെത്തുക. അതുകൊണ്ട് പലപ്പോഴും ദുഃഖിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാലോ സ്വന്തം നിലയ്ക്ക് എത്ര മുൻകരുതലുകൾ എടുത്താലും ശരി, അവനവൻ്റെ കഷ്ടനിയോഗത്തിലേക്കുള്ള സഞ്ചാരം മുന്നേ കൂട്ടി വേണ്ടെന്ന് വെക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല എന്നാണ് അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. ചിലപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളടക്കങ്ങൾ ചെറുതായെങ്കിലും വിശദീകരിക്കേണ്ടി വരുമല്ലോ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ പൂർവ്വകാല ജീവിതത്തെപ്പറ്റി ഓർത്ത് വല്ലാതെ അത്ഭുതപ്പെടാറുണ്ട്. തന്നെയുമല്ല, വ്യക്തിപരമായിട്ട് അങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കത്തിൻ്റെയും പിന്നിൽ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ പ്രകടമായ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടാകുമെന്നും പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബന്ധുവിൻ്റെ ഉടമസ്ഥയിലുള്ള അസാബിയയിലെ ജൗഹർ മത്താമിൽ വളരെ കുറച്ച് ദിവസമാണെങ്കിൽ കൂടി ഒരു മുതലാളിയെപ്പോലെ വിലസിയിരുന്ന ഞാൻ എങ്ങനെ അതേ മത്താമിൽ ഒരു ബംഗ്ലാദേശുകാരൻ്റെ കീഴിൽ വെറും ഒരു ജോലിക്കാരനായി മാറി? അതിനാണെങ്കിൽ കൂടുതൽ ദിവസവും വേണ്ടി വന്നിട്ടില്ല. അതാണ് എല്ലാത്തിനും വലിയ രസം. എന്നാൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളെപ്പറ്റി കേട്ടാൽ ആരായാലും മൂക്കത്ത് കൈവച്ചു പോകും. അങ്ങനത്തെ ഓരോരോ മെനകെട്ട കുരുത്തക്കടകളാകും ചിലപ്പോഴൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. കൂടുതലൊന്നും പറയണ്ട. അന്നത്തെ കടലപകടത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. തൊട്ടു തെമ്പ്രായിൽ നിന്ന് കേമത്തിലുള്ള കാറ്റും കോളും അടിച്ചു കസറുമെന്നും അതോടൊപ്പം കടൽ ഉയരത്തിൽ ഇളകി മറിയുമെന്നും അത് ചിലപ്പം വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്നും കൂട്ടുകാരൻ അഹമ്മദ് എത്ര തവണ മുന്നറിയിപ്പ് തന്നതാണെന്നോ. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു കടൽപ്പണിക്കാരന് പച്ചവെള്ളം പോലെ അത് മനസ്സിലാവുകയും ചെയ്യും. എന്നിട്ടോ അതൊന്ന് കാര്യമായിട്ട് ഗവനിക്കാനെങ്കിലും തോന്നിയോ? കാര്യത്തിൽ അതുതന്നെ നോക്ക്. സ്വയം മരണക്കുഴി തോണ്ടുന്നവൻ എന്ന ദുഷ്പേര് കേൾപ്പിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? പോട്ടെ, ഇതൊക്കെ ആരുടെ കുറ്റം കൊണ്ടായിരിക്കും? കേവലം ഒരിത്തിരി പോന്ന മജ്ജയും മാംസവുമുള്ള ഞാനെന്ന വ്യക്തിയുടേതോ? അതോ മറ്റെവിടെയെങ്കിലും അദൃശ്യമായി നിന്നുകൊണ്ട് എന്നെ സ്വന്തം നിയന്ത്രണത്തിലാക്കി വെച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഒരു മഹാശക്തിയുടേതോ? എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ സ്വന്തം പേരുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ മറ്റാരുടെയെങ്കിലും ചുമലിൽ കയറ്റി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക. എന്നിട്ടെന്ത്? സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുകയും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുകയും ചെയ്തില്ലേ? പിന്നെ എന്തിന് ഒരു ന്യായവിസ്താരം? അല്ലെങ്കിൽ തന്നെ എത്രയെങ്ങാനും ദൂരത്ത് കിടന്നിരുന്ന ഒരാപത്തിനെയാണെന്നോ തൊട്ടരികിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്? ഇമാതിരി വേണ്ടാത്ത ഓരോരോ കുഴപ്പങ്ങൾ ഒപ്പിച്ചു വെക്കുന്നതിൽ പണ്ടേ ബഹുക്കേമനാണല്ലോ. കുലപാരമ്പര്യമായി കിട്ടിയ കടൽപ്പണിയും നിർത്തിവെച്ച് ഒരു അന്യരാജ്യത്ത് എത്തിയെന്ന് കരുതി ഉള്ളിലുള്ള തിരുപ്പൻ സ്വഭാവം പുറത്തെടുക്കാതിരിക്കുമോ? സ്വയം കുറ്റപ്പെടുത്തുവാൻ ഇതൊക്കെ തന്നെ ധാരാളം. വേണമെങ്കിൽ ബുദ്ധിയില്ലായ്മയും കഴിവുകേടുമൊക്കെ സ്വന്തം ചുമരിൽ അങ്ങോട്ട് കയറ്റി വെക്കാം. എന്നിട്ടെന്ത്? വിധിയെ തടുത്തു നിർത്താൻ എനിക്ക് എങ്ങനെ സാധിക്കും? അതിപ്പോൾ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമാണോ? നല്ലതും ചീത്തയും ഇങ്ങനെ കണ്ട് എന്തു തന്നെ ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് പറഞ്ഞൊഴിയാൻ വിധി എന്ന ഒരു വാക്കുണ്ടല്ലോ. എന്നാൽ ഇനി അതിൽ പഴിചാരി സ്വയം അങ്ങ് രക്ഷപ്പെടാം. തൽക്കാലം അങ്ങനെയെങ്കിലും പറ്റിപ്പോയ തെറ്റിൽ നിന്ന് ഒന്ന് തടിയൂരി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ സ്വന്തം ബുദ്ധി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നല്ലേ അർത്ഥമാക്കേണ്ടത്? വേണ്ട, കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. ഇല്ല എന്ന് തന്നെയാണ് ശരിയായ ഉത്തരം. ഇനിയിപ്പം അതിനുള്ള തെളിവുകളാണ് വേണ്ടത് എങ്കിൽ അത് എത്ര വേണമെങ്കിലും നിരത്താനാകും. മറ്റൊന്നും വേണ്ട. ഉദാഹരണത്തിന് ഇത് തന്നെ എടുക്കാം. നോക്കൂ, നമ്മൾ ഓരോരുത്തരും ചിലപ്പോഴൊക്കെ പറയാറില്ലേ, അബദ്ധം പറ്റി, അബദ്ധത്തിൽ ചെയ്തു, അബദ്ധത്തിൽ നോക്കി, അബദ്ധത്തിൽ ചെന്നു എന്നൊക്കെ. എന്താ ഇവർക്കൊന്നും ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാഞ്ഞിട്ടാണോ? അതോ സ്വന്തം ബുദ്ധി ഇവരുടെ ആരുടെയും നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, അല്ലേ? എങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടായാൽ മതി. പറയുകയാണെങ്കിൽ അതും ഇപ്പോൾ തീരെ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. എന്നിട്ടും എനിക്ക് നല്ല ബുദ്ധിയുണ്ട് എന്നാണ് പറയുന്ന ഞാനടക്കം പലരുടെയും വിചാരം. ഇനി അതിൽ അങ്ങോട്ട് കടിച്ചു തൂങ്ങി ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. ബുദ്ധി എന്ന് പറയുന്ന സംഗതി നമ്മുടെ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാണെന്ന് ഞാനിട്ട് വിശ്വസിക്കാനും പോകുന്നില്ല. എന്നാലോ ഞാനൊരു കേമനാണെന്നും ഞാൻ വലിയൊരു സമർത്ഥനാണെന്നും ബുദ്ധി കൊണ്ട് എന്നെ തോൽപ്പിക്കുവാൻ ലോകത്തുള്ള ഒരു ശക്തിയെ കൊണ്ട് സാധിക്കില്ലെന്നും വേണമെങ്കിൽ എനിക്കും ഉറക്കനെ വിളിച്ച് പറയാം. വലിയ ഗമയിൽ
ഇങ്ങനെയൊക്കെ ചിലർ വീമ്പളക്കുന്നത് ഞാൻ ധാരാളം കേട്ടിട്ടുമുണ്ട്. മാത്രമോ ഞാൻ നാലാൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായതും അതിലൂടെ ഞാൻ കൂടുതൽ സമ്പന്നനായി മാറിയതും എൻ്റെ ഒരാളുടെ മിടുക്ക് കൊണ്ട് മാത്രമാണെന്ന് അഹങ്കരിക്കുന്നവരും എത്രയോ ഉണ്ട്. എന്തിന്? ഈ ലോകം തന്നെ താനെ എങ്ങനെയോ ഉണ്ടായതാണെന്നാണ് ചിലരുടെ വിചാരം. അതിനാണെങ്കിൽ ദൈവത്തിന് ഒരു പങ്കുമില്ലെന്നാണ് ഇവരുടെ കണ്ടെത്തലുകൾ. അതുകൊണ്ട് തീരുമോ? ദൈവം എന്ന വാക്ക് കേൾക്കുന്നത് പോലും ഇവർക്ക് വെറുപ്പാണ്. എന്തായാലും അതൊരു മുഴു ഭ്രാന്ത് തന്നെ. അല്ലാതെ പിന്നെ ആ താനെ ഉണ്ടായ വസ്തു ദൈവമാണെന്ന് അവർക്കങ്ങ് വിശ്വസിച്ചാൽ പോരെ? അതെങ്ങനെയാ? തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാവും കഴിയുന്ന കാര്യത്തെപ്പറ്റി മാത്രം വിശ്വസിക്കുന്നവരല്ലേ? എന്തൊരു പോയത്തക്കാരാണ് ഇവർ അല്ലേ? എന്തിന്? നമ്മൾ മനുഷ്യരുടെ മേൽ മറ്റൊരു ശക്തിയുടെയും ഒരു നിയന്ത്രണവും ഇല്ലെന്നാണ് ഇവർ തറപ്പിച്ച് പറയും. അപ്പോഴും ഇവിടെ ആദ്യം എന്താണ് ഉണ്ടായത് എന്ന ഒരു ചോദ്യം ബാക്കിയില്ലേ? അതിനിട്ട് ഈ പഹയന്മാരെടുത്ത ഒരു മറുപടിയുമില്ല. അതല്ലേ കുഴപ്പം? ദൈവത്തെപ്പറ്റി ലെവലേശം വിവരമില്ലാത്തവർ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ദൈവവിശ്വാസികളായ നമ്മളാരും അത് കാര്യമാക്കേണ്ടതില്ല. വാസ്തവത്തിൽ ഒരാളുടെ ജീവിതത്തെ ഏറ്റവും മികച്ച നിലയിലാക്കുന്നതും മറിച്ച് ഒരാളുടെ ജീവിതം നന്നേ അധപ്പതിച്ച് പോകുവാനും സ്വന്തം തലവരയിൽ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ ഒരു പ്രധാന ഘടകം തന്നെയല്ലേ? സംശയിക്കേണ്ട. ആ ഒരു പോരായ്മ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അതുകൊണ്ടുണ്ടായിട്ടുള്ള കുഴപ്പങ്ങളെപ്പറ്റി കേട്ടാൽ ആരായാലും അത്ഭുതപ്പെട്ടു പോകും. ഉള്ളത് പറയാലോ, അല്ലറ ചില്ലറ സാമ്പത്തിക ഞെരുക്കം ഉണ്ടെന്നല്ലാതെ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പേടിച്ചിട്ടോ കടൽപ്പണിക്കാരൻ എന്ന ലജ്ജ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല രണ്ടാമതൊരു തവണ കൂടി ഞാൻ വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോയത്. നിത്യജീവിതത്തിലെ പ്രാരബ്ധങ്ങൾക്കിടയിൽ മനസ്സിനകത്ത് പൊട്ടിമുളച്ച് എന്തൊക്കെയോ ചില ആഗ്രഹങ്ങൾ ഫലത്തിൽ എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്.